ബസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വീഡിയോസ് എടുക്കുന്നത് നമ്മൾ എത്രണ്ണം നേരത്തെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് വൈറലാവാനും വേണ്ടി എത്ര പെണ്ണുങ്ങൾ ഇതുപോലെ ബസ്സിനകത്ത് കയറിയിട്ട് ഇതുപോലെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെടും. ഈ രണ്ട് ചോദ്യങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാനുള്ള രണ്ട് ചോദ്യമാണ്. ഇത് ഞാൻ ആരെയും വെള്ള പൂശാനോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാളെ വെറുതെ കരിവാരി തേക്കാനോ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല. ഇതിൻ്റെ ഒന്ന് രണ്ട് ഫാക്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനൊക്കെ മുമ്പായിട്ട് നമുക്കൊരു ഓഡിയോ കേൾക്കാം. ഭയങ്കര വേദനയായിട്ടിരിക്കും, പീരീഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ. അപ്പോൾ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വയ്യായിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട ചേട്ടാ, അറിയില്ല, അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേദന വല്ലതും ഉണ്ടായി, ഇപ്പൊ തൽക്കാലം കഴിക്കുന്ന എനിക്ക് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞു, കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്, ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനിയും എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിളോടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. മോന്റെ ക്രോസ് ബെൽറ്റാണ് വെളുക്ക് അങ്ങനെ നാല് പ്രശ്നം ഒരു വേണ്ടാതിരത്തിലേക്ക് പോണ ഒരു അനാവശ്യത്തിലേക്ക് പോണ ഒരാളല്ല. ഓനങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. മോൻ അങ്ങനെ വളർത്തണ. എവിടെ പോയാലും ഫോണിൽ കൂടെ മമ്മി എന്തുണ്ട് ഏതുണ്ട്, പപ്പ ഷോപ്പിൽ പോയാൽ മമ്മി ഒറ്റയ്ക്കാണെങ്കിൽ അടുത്ത വീട്ടിൽ വരെ പോയി കാണാം, ഒറ്റയ്ക്ക് ഇരിക്കണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കുന്ന അറിയും. അങ്ങനെ പറയണം. ഇതാ നേരെ പെയ്യുണ്ടെങ്കിൽ അപ്പം പറയും, അപ്പം മമ്മി ഞാൻ വരും, എന്നിട്ട് വന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയ. അങ്ങനെ വളർത്തണം കുട്ടിയ. ദീപക് ബ്രോയുടെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ന്യൂസ് വന്ന സമയത്തൊക്കെ അവരുടെ അച്ഛൻ്റെ, അമ്മയുടെ, അതുപോലെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും നമ്മൾ വീഡിയോയിൽ അവരുടെ പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പുള്ളി പക്ക ഒരു ഫാമിലി മാനായിട്ടുള്ള ഒരാളായിരുന്നു. പുള്ളി ഡിവോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്, അത് നമുക്കറിയത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. എങ്കിൽ പോലും ബാക്കി നമ്മൾ കണ്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് പുള്ളി പക്ക ഒരു ഫാമിലി മാനാണ്. വളരെ അച്ഛനോടും അമ്മയോടും ബാക്കിയുള്ള ഫ്രണ്ട്സിനോടും എല്ലാം വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരാളാണ്. നല്ലൊരു വ്യക്തിത്വത്തിനുടമ തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെ നമുക്കറിയത്തുള്ളൂ പുള്ളിയെ. നമുക്ക് ആരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയത്തില്ല. അത് കൂടാണ്ട് ഈ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ബസ്സിൽ വെച്ച് ജസ്റ്റ് ഒരു പരിചയപ്പെട്ടൊരു പെൺകുട്ടിയോട് പോലും അത്രയും മാന്യമായിട്ട് പെരുമാറുക, ഒരു പെൺകുട്ടി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആ ആളെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അത്രയും നന്നായിട്ട് പുള്ളി ആ പെൺകുട്ടിയോട് പെരുമാറിയതിൻ്റെ പേരിലാണ് അവർ നാൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഓർക്കുകയും ഈ ഒരു കറക്റ്റായിട്ടുള്ളൊരു സമയത്ത് വെച്ചിട്ട് ആ ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്തത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ആ ബസ്സിലുണ്ടായിരുന്ന കുറേ എണ്ണം ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ബസ്സിനകത്തുള്ള ആൾക്കാർക്കറിയാം എന്താ ശരിക്കും സംഭവിച്ചത്. ശരിക്കും ആ ബസ്സിലുള്ള ആരെങ്കിലും ഒന്ന് പ്രോപ്പറായ രീതിയിൽ ഒന്ന് പ്രതികരിച്ചായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായേനെ. പ്രത്യേകിച്ച് ആ ബസ്സിൽ അവരുടെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ലേഡീസ് ആരെങ്കിലും വേണ്ട രീതിയിലൊന്ന് പ്രതികരിച്ചായിരുന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കാര്യത്തിലുണ്ടായേനെ. ഈ ഒരു കേസിലും ഒരുപാട് ഗുണം ചെയ്തതാണ്. അവരാരും ഒരുപക്ഷെ പേടികൊണ്ടായിരിക്കാം, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനകത്ത് സ്ത്രീകൾ പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അവരെ പ്രതികരിച്ചായിരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സത്യം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയും. ഒന്നാമത്തെ കാര്യം, ഒരാളിപ്പോൾ നിലവിൽ ഇല്ല, നിർഭാഗ്യവശാൽ ഒരാൾ നമ്മളെ വിട്ടുപോയി. ഇനിയുള്ളത് അടുത്ത ഒരാൾ ജയിലിലുമാണ്. നമ്മൾ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഒരിക്കലും നിങ്ങളത് ഒരാളെ ഞാൻ വെള്ളപൂശാനായിട്ട് സംസാരിക്കുകയാണെന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. ശരിക്കും അവർ രണ്ടാമത് ഷൂട്ട് ചെയ്തപ്പം അത് നമുക്കതൊരു ഫേക്കായിട്ട് തോന്നിയതാണെങ്കിലോ, പക്ഷെ അവരുടെ ആ വീഡിയോയിൽ 100% ഉറപ്പാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ നമ്മളെ കണ്ട വീഡിയോയ്ക്കകത്ത് പുള്ളി 100% നമുക്ക് അതിനകത്ത് പുള്ളിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് നമുക്ക് ആർക്കും ഫീൽ ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ആ വീഡിയോ ആയതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ അവർക്ക് ഇത്രയും എതിരായിട്ടുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കാനുള്ള കാരണം ഉണ്ടാക്കിയത് മൊത്തം ആ ഒറ്റ വീഡിയോ ആണ്. അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചോദിച്ചതിൻ്റെ കൂട്ട് 99% ആൾക്കാരും ഒരു പെൺപിള്ളേരും അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഫേമസ് ആവാനും വേണ്ടി അവരുടെ സ്വന്തം ഫേസ് വെച്ചിട്ട് തന്നെ ഈ രീതിയിൽ ഫേമസ് ആവാനും വേണ്ടി ഈ ഒരു വിഷയത്തിൽ വെച്ചിട്ട് ഫേമസ് ആവാൻ ആരും ട്രൈ ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 99% ചെയ്യത്തില്ല. അതിനുശേഷം ഒരു 1%-നകത്തുള്ള
അവരിനി ആ ശരിക്കും 1%-നകത്ത് പെടുന്ന ഒരു ലേഡി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവരെ രണ്ടുപേരെ നമുക്ക് പേഴ്സണലി നമുക്ക് അറിയാവുന്നവരല്ല. പക്ഷേ ഇതിനകത്ത് എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ പോസിബിലിറ്റിയാണ്. ഇൻ കേസ് ഈ ലേഡിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് ഉണ്ടായി, അവരത് എങ്ങനെയെങ്കിലും പബ്ലിക്കിൻ്റെ മുമ്പിൽ അത് എത്തിക്കണം എന്നൊരു ഉദ്ദേശത്തോട് രണ്ടാമത് ആ വീഡിയോ എടുക്കാൻ നേരത്ത് ആ വീഡിയോയിൽ അവരുദ്ദേശിച്ച കണ്ടന്റ് വേണ്ട രീതിയിൽ അതിനകത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അവർ ശരിക്കും നിരപരാധി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. ഒരിക്കലും ഒരു സ്ത്രീ മനഃപൂർവ്വം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ കണ്ട വീഡിയോയിൽ 100% അതൊരു നമുക്കൊരു വളരെ മാനിപ്പുലേഷൻ ഫീൽ ചെയ്യുന്നൊരു വീഡിയോ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ആ ദീപക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നും പ്രത്യേകിച്ച് യാതൊരു തെറ്റും നമുക്കങ്ങനെ വളരെ കാഷ്വലായിട്ട് പുള്ളിയെ ബാഗ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് കൈ തട്ടിയിട്ടുണ്ടാവും, ആ ഒരു രീതി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ പലരും ഇതിനകത്ത് പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഈ പെണ്ണ് വളരെ സിൻസിയർ ആയിട്ടുള്ള രീതിയിൽ നല്ല ഉദ്ദേശത്തോടെ എടുക്കാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ ഇൻ കേസ് ആണെങ്കിൽ, നമ്മളെല്ലാവരും ഇത്രയും ക്രൂശിച്ചു കഴിഞ്ഞിട്ട് നാളെ ഇവരും ദീപക് ബ്രോ ചെയ്ത പോലെ ഒരു സിറ്റുവേഷനിൽ കൂടെ അവരും കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരത്രയും ഒരു വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ലേഡി അവർക്കത് എങ്ങനെ അവർക്കത് ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് വന്നപ്പോൾ പോലും ഒരു ആൺകുട്ടി ആയിരുന്നിട്ട് പോലും ഈ നമ്മളെല്ലാം ആ കണ്ട വീഡിയോയിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തും അവരുടെ വീട്ടിലുള്ള ഒരു ഫ്രണ്ട്സ് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും ഒരാണായിട്ട് പോലും പുള്ളിക്ക് അത് ആ ഒരു തീരുമാനം വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പുള്ളിക്ക് പ്രേരിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ലേഡി വളരെ ജെനുവിനായിട്ടൊരു വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടിയിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ, സിൻസിയറായിട്ട് തന്നെ ചെയ്തതാണെങ്കിൽ, അത് ഫെയിൽഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡിയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. അങ്ങനെ അവർ വളരെ ജെനുവിനായിട്ട് അവരത് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് എടുക്കാൻ നോക്കിയ ഒരു വീഡിയോ ആണ്, അത് ഫെയിൽഡായി പോയി ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നത്തിലോട്ട് വന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നാളെ അവർ ഈ ഒരു രീതിയിലോട്ട് ദീപക് ബ്രോ ചെയ്ത പോലെ അവർ നാളെ ഇല്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ നമ്മളെല്ലാവരും നന്നായിട്ട് സോഷ്യൽ മീഡിയ ആയാലും ന്യൂസ് ചാനലുകളായാലും എല്ലാവരും വളരെ കൊട്ടിഘോഷിച്ച ഒരു ന്യൂസാണ്. ആ പെൺകുട്ടി വളരെ ജെനുവിൻ ആണെങ്കിൽ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും നമുക്ക് ആർക്കും അത് പ്രോപ്പറായിട്ട് അത് അവർക്ക് രണ്ടുപേർക്കേ അറിയത്തുള്ളൂ അവിടെ ശരിക്കും എന്താ സംഭവിച്ചത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ നമ്മുടെ കൂടെ ഇല്ല, ഒരാൾ ജയിലിലുമാണ്. അവരത് റിപ്പീറ്റ് രണ്ടാമത് വീഡിയോ എടുത്തപ്പോഴും അവർ പറയുന്നുണ്ട് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിൽ അങ്ങനെ ഒരു വിഷയം അവർ വളരെ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ചെയ്തതൊക്കെ എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇനി അവർ ചെയ്തതൊരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അതെന്തും വേണ്ടി നാളുകളിൽ ഇതേപോലെ സംഭവിക്കാതിരിക്കുന്ന എത്രയോ കാര്യങ്ങൾക്ക് ഒരു തടസ്സമാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഒന്ന് ഇമാജിൻ, ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇനി ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ ഒരു ബസ്സിനുള്ളിലോ അല്ലെങ്കിൽ ട്രെയിനുള്ളിലോ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അത് ഒരു റിയൽ ഫാക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി എന്ത് സംഭവം എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് എസ്പെഷ്യലി ബസ്സിനുള്ളിലും ട്രെയിനുള്ളിലും ഒക്കെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അത് എന്തായാലും ഒരു ഫാക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു വിഷയം ഇനി ഉണ്ടാകുന്ന സമയത്ത്, റിയലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഒന്നും മടിക്കത്തില്ല. ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ദ്രോഹമല്ലേ ചെയ്തത്. ഇനി ഇത് മുതലെടുക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ടാവും, കുറേ നരമ്പന്മാരുണ്ടാവും. നമ്മുടെ സ്ത്രീകൾ ഇതേപോലെ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ ശല്യം ചെയ്യുന്നവന്മാർക്ക് അത് അവർക്ക് കുറച്ചും കൂടെ വളം വെച്ച് കൊടുക്കുന്ന ഒരു കാര്യമായിട്ടായി പോകും. ഇത് പെട്ടെന്നാരും പ്രതികരിക്കത്തില്ല എന്നുള്ള രീതിയിലുണ്ടാവും. പക്ഷെ പ്രതികരിക്കണം. എനിക്ക് നമ്മുടെ നാട്ടിലുള്ള ഓരോ സ്ത്രീകളോടും പെൺകുട്ടികളോടും അമ്മമാരോടും പെങ്ങന്മാരോടും എല്ലാം പറയാനുള്ളത്, നിങ്ങൾ ഇതേപോലെ തന്നെ പ്രതികരിക്കണം. പക്ഷെ ഒരിക്കലും അതെടുത്തൊന്നും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കൊരു തെളിവായിട്ട് യൂസ് ചെയ്യുന്ന രീതി മാത്രമേ നമ്മൾ തുടക്കത്തിൽ അത് ചെയ്യാവുള്ളൂ. ശരിക്കും ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ചെയ്തവന്മാർക്ക് ശരിക്കും നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം കൊടുക്കണം നല്ലൊരു പൊട്ടീരം കൊടുക്കുക. പൊട്ടീരം കൊടുത്തിട്ട് നിങ്ങളത് കൂടെ നിൽക്കുന്ന ആരൊക്കെയാണോ ബാക്കിയുള്ള ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കൂട്ടുകൂടിയിട്ട് നല്ല രീതിയിൽ കൈകാര്യം.
ശരിക്കും നിങ്ങളുടെ പവർ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെയാണ്. ഒരു നോട്ടം കൊണ്ട് പോലും ഉരുവപ്പെട്ട നരമ്പ് രോഗികളെയൊക്കെ നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും. വേണ്ട രീതിയിൽ, ശക്തമായ രീതിയിൽ ഒരു തുറിച്ചൊരു നോട്ടം നിങ്ങൾ തിരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നരമ്പന്മാരുടെ അടുത്തോട്ട് നിങ്ങൾ വേണ്ട രീതിയിൽ നല്ല രീതിയിലൊരു നോട്ടം നോക്കിയാൽ പോലും അവന്മാർ ഒന്ന് പേടിക്കും. പിന്നെയും കാണിക്കുന്നവരാണെങ്കിലേ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരാൾ ചെയ്ത തെറ്റിന്റെ പുറത്ത് ആ ഫാമിലി മൊത്തം സമൂഹത്തിൽ തെറ്റുകാരാവുക എന്ന് പറയുന്നത് ഒരു വലിയ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അവരാരും ഒരു തെറ്റ് നമ്മളോട് ചെയ്തവരല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പോട്ടിൽ അവർക്ക് വേണ്ട രീതിയിൽ പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലൈഫിൽ അവർ ആദ്യമായിട്ട് ചെയ്യുന്നൊരു തെറ്റായിരിക്കും. ഒരുവിധം എല്ലാ മനുഷ്യരിലും ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഫേസ് അല്ലാണ്ട് ഒരു ഫേസ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും അത് ഒരു പ്രത്യേക ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കും അവരതൊക്കെ ആ ഒരു ഫേസ് പുറത്തോട്ട് വരുന്നത്. ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നിടത്താണ് നമുക്ക് ഓരോ മനുഷ്യൻ്റെയും വിജയം. അത് സ്ത്രീയിലായാലും ഒരു പുരുഷനിലായാലും. ഈ ചില ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ആ കുടുംബം മൊത്തം അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ക്രൂരമായ ഒരു കാര്യം തന്നെയാണ്. വേണ്ട രീതിയിൽ സ്പോട്ടിൽ കൊടുക്കുക, അതവിടെ തീരും. ഇനി എന്ത് തന്നെയായാലും ഈ ഒരു കേസിൽ ദീപക് എന്ന വ്യക്തിക്ക് കിട്ടിയത് ഏറ്റവും വലിയ, നമ്മുടെ ഭൂമിയിൽ വെച്ച് കിട്ടാമെന്ന് വെച്ചിട്ട് ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെ ആയിപ്പോയി. അതിന് പുള്ളി ചെയ്തിട്ടുണ്ടായാലും ചെയ്തിട്ടില്ലെങ്കിലും അത് നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഗോവിന്ദച്ചാമിമാർ പോലുള്ള ഒരുപാട് വലിയ വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ പോലും വളരെ ക്രൂരമായ രീതിയിൽ തെറ്റുകൾ ചെയ്ത ആൾക്കാരെ പോലും നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ട് വർഷങ്ങളായിട്ട് തീറ്റിപ്പൊറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു നിയമവ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഒരു അറിയാതെ പോലും ചെയ്തൊരു തെറ്റിൻ്റെ പുറത്ത് പുള്ളി ഇങ്ങനെ ഒരു മരണത്തിലോട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്കിനി ഈ ഒരു കേസിൽ ആകെ പറയാനുള്ളത്, ആ ബസ്സിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് അവരോട് വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ആരൊക്കെയാണോ അവർ ഇതിനകത്ത് മൗനം വെടിഞ്ഞിട്ട് മാക്സിമം വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് പോലീസിന് ആ ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. കറക്റ്റായിട്ട് എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് കറക്റ്റായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഒരിക്കലും നിങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയ വഴി ഇതേപോലൊരു സെൻസേഷൻ പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല പറയുന്നത്. പോലീസിനോട് വേണ്ടമായ രീതിയിൽ സഹകരിച്ച് നിങ്ങൾ ഈ ഒരു കേസ് സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോയി അത് ജയിക്കാനായിട്ട്, ആരുടെ ഭാഗത്താണോ ന്യായം അത് ജയിക്കാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. സത്യം ജയിക്കട്ടെ. ഇനിയൊരു വലിയൊരു ദുരന്തം ഇതിനകത്ത് ഉണ്ടാകാതിരിക്കട്ടെ.